പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC നടത്തുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. ഈ സിവിൽ സർവീസ് എക്സാം നടത്തുന്നത് 3 സ്റ്റേജ് ആയിട്ടാണ്. അതായത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ അങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് നടത്തുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് പ്രിലിംസ് എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. UPSC കലണ്ടർ പ്രകാരം ഫെബ്രുവരി 14-നാണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് ഫെബ്രുവരി 14-ന് വന്നാൽ മാർച്ച് 5-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 14. അത് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 5, അതായത് ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ചില സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ EWS, OBC, SC, ST ഈ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ നേരിട്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു, അതായത് 14-ാം തീയതിയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടാനായിട്ട് 7 to 10 ഡേയ്സ് വരെ മിനിമം എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 2023 ഏപ്രിൽ 1-ന് ശേഷമുള്ളതും അതുപോലെ തന്നെ നമ്മുടെ എൻഡിങ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 5-ാം തീയതിയാണ്. അതായത് മാർച്ച് 4, 2024 മാർച്ച് 4-ന് ഉള്ളിൽ വരുന്നതുമായ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത അതോറിറ്റി, ആ ഓഫീസറുടെ പേരും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോബ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ തഹസിൽദാറിനേക്കാൾ മുകളിലുള്ള ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ വരെയുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ എടുത്തു വെക്കുക. അപ്പൊ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വരുന്നത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. UPSC കഴിഞ്ഞ വർഷം മുതൽ PSC ചെയ്യുന്ന പോലെയുള്ള 1 ടൈം രജിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതാണ്. 1 ടൈം രജിസ്ട്രേഷൻ ആയിട്ട് www.upsc.online.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നെയിം, ഏജ്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ് കാറ്റഗറി ഇതെല്ലാം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ വെരിഫിക്കേഷൻ വരും. ഇതൊക്കെ ഫില്ല് ചെയ്യാം. ഇമെയിൽ അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വേണം കൊടുക്കാനായിട്ട്. UPSC നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട അറിയിപ്പുകൾ നൽകുന്നത് മെയിൽ പ്രകാരമാണ്. അപ്പോൾ ആ ഒരു മെയിൽ എന്ന് പറയുന്നത് വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെയിൽ കിട്ടില്ല കൃത്യസമയത്ത്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള വാലിഡ് അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെയിൽ ID ഫോൺ നമ്പറും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ആ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും സൂക്ഷിച്ചു വെക്കുക. ഇത് പ്രകാരമാണ് നമ്മൾ ഇനിയുള്ള ആപ്ലിക്കേഷനുകൾ ചെയ്യുന്നത്. UPSC പ്രിലിംസ് ആപ്ലിക്കേഷൻ നമുക്ക് 3 സ്റ്റേജാണ് വരുന്നത്. അതായത് പാർട്ട് 1, പാർട്ട് 2 അതുപോലെ തന്നെ പാർട്ട് 3. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു യൂസർ ID അതുപോലെ തന്നെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യാം. ഈ യൂസർ ID പാസ്വേഡ് മറന്നു പോകരുത്. ഇനി എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ യൂസർ IDയും അതുപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UPSCയുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പാർട്ട് 1-ൽ വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ റിസർവേഷൻ വേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ നമ്പർ അതുപോലെ തന്നെ ആ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 2-ലോട്ട് പോവാം. പാർട്ട് 2-ലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡോക്യുമെന്റുകൾ കൂടി വേണം. അതായത് നമ്മുടെ സ്കാൻ ചെയ്തിട്ടുള്ള ഫോട്ടോ, സിഗ്നേച്ചർ, ദെൻ ഏതെങ്കിലും ഒരു ID കാർഡ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, അതായത് പുതിയത്, അതായത് തൊട്ടടുത്ത് അല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഫോട്ടോ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത്
സമയത്ത് ആ ഫോട്ടോയും നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്തിട്ട് JPG ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ ID വരുന്നത് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫോട്ടോ, സിഗ്നേച്ചർ, ID അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണ്, അതുപോലെ തന്നെ റിസർവേഷൻ ഇല്ലാത്തൊരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 rupees അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ലായി, അതുപോലെ തന്നെ സക്സസ്ഫുള്ളി നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് അടുത്ത് വരികയാണ്. നേരത്തെ പറഞ്ഞ EWS, OBC അഥവാ SC/ST കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ എടുത്തു വെക്കുക. അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, ID ഇതൊക്കെ തന്നെ കൃത്യമായി തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. എപ്പോൾ വേണമെങ്കിലും ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക.